അത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് പയ്യാനക്കലിൽ ജിംനേഷ്യത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന നടക്കുന്നു. ജിമ്മിൽ നിന്നും MDMA പിടികൂടി. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത്. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, കോഴിക്കോട് പയ്യാനക്കൽ കല്ലായിയുടെ ഭാഗത്താണ്. പയ്യാനക്കലിലെ ബാക്ക് ടു ഫിറ്റ് എന്ന ജിമ്മിൽ നിന്നാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും 250 ഗ്രാമോളം MDMAയും അതോടൊപ്പം തന്നെ 40 ഗ്രാം കഞ്ചാവും പിടികൂടിയിരിക്കുന്നത്. ഈ ബാക്ക് ടു ഫിറ്റിൽ ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ വിൽപ്പനയും നടക്കുന്നുണ്ട് എന്ന് പോലീസിനും ഡാൻസ് ഓഫ് സംഘത്തിനും വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി ഈ സംഘം ഇവിടെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ ജിമ്മ് പ്രവർത്തിക്കുന്ന സമയത്ത് ഡാൻസ് ഓഫ് സംഘവും അതോടൊപ്പം തന്നെ പോലീസും ഇങ്ങോട്ടേക്ക് എത്തുകയും ഇതിൻ്റെ റൂഫ് ടോപ്പിൽ 2 നിലയിലായാണ് ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത്. അതിലെ റൂഫ് ടോപ്പിൽ ജിമ്മിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ പിടികൂടുകയും ചെയ്യുന്നത്. ആദ്യം ഈ ഡാൻസ് ഓഫിനെയും ഒപ്പം തന്നെ പോലീസിനെയും കണ്ട ഈ സംഘങ്ങൾ അവർ കയ്യിലുണ്ടായിരുന്ന ഈ ലഹരി വിറ്റ് ലഭിച്ച കയ്യിലുണ്ടായിരുന്ന പണം അത് വെള്ളത്തിൽ കലർത്തി രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ പോലീസ് സംഘം ഈ 3 പേരെ, അതായത് ജിം നടത്തിപ്പുകാരനായ കോഴിക്കോട് ബേപ്പൂർ മൂന്നാർ വളപ്പിൽ ജംഷീർ, അതോടൊപ്പം തന്നെ സഹായികളായ ബേപ്പൂർ മതിലകത്ത് ഇജാസ്, അതോടൊപ്പം ഇപ്പോൾ ഫറൂഖ് ചുങ്കത്ത് താമസിക്കുകയും ബേപ്പൂർ സ്വദേശിയുമായ അർഷാദ് എന്നിവരെ പിടികൂടുകയുമായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കഞ്ചാവ് ചെടിയുടെ അംശങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ തന്നെ വെച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കഞ്ചാവിൻ്റെ പൊടികൾ ഉൾപ്പെടെ, ആ ഇലയുടെ പൊടികൾ ഉൾപ്പെടെയുള്ളവ. അവിടെ നിന്നും കഞ്ചാവും അതോടൊപ്പം തന്നെ MDMAയുമാണ് പിടികൂടിയത്. ഈ സംഘം എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നത് അല്ലെങ്കിൽ ലഹരി എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഡാൻസ് ഓഫ് സംഘത്തിനോ പോലീസിനോ കൃത്യമായൊരു വിവരമില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നത് 200ഓളം പേർ പങ്കെടുക്കുക, അതായത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള 200ഓളം പേരാണ് ഈ ജിമ്മിൽ നിത്യേന വന്നു പോകുന്നത്. അത്തരത്തിൽ ഈ ജിമ്മിലെത്തുന്ന ആളുകൾക്കുൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജിമ്മിലെത്തുന്ന ആളുകൾക്കുൾപ്പെടെ ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്തു. ശരി, ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം.